ഹായ് ഹലോ. അപ്പോ നമ്മൾ ഇന്ന് തൊഴിൽ വാർത്തയുടെ തന്നെ മറ്റൊരു സെഷൻ, അതായത് ഈ ആഴ്ചത്തെ തൊഴിൽ വാർത്തയുടെ പാഠപുസ്തകത്തിലൂടെ എന്നുള്ള ഭാഗത്തില് നമ്മൾ കഴിഞ്ഞ ദിവസം ഹിസ്റ്ററി ക്ലാസ് ആണ് കണ്ടതെങ്കിൽ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജോഗ്രഫി പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ നമ്മുടെ കയ്യിൽ ഒരു അറ്റ്ലസ് വേണം. അതായത് ഏത് അറ്റ്ലസ് വേണ്ട? സ്റ്റുഡന്റ് അറ്റ്ലസ്. സ്റ്റുഡന്റ് അറ്റ്ലസ് ഒരെണ്ണം കയ്യിൽ വാങ്ങിച്ചു വെച്ച് ഇത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ജോഗ്രഫി പഠിക്കേണ്ടത്. ഞാൻ സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് പോയപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് അധ്യാപകർ പറഞ്ഞിട്ട് ഞാൻ ഈ അറ്റ്ലസ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം ഏത് PSC എക്സാം എഴുതിയാലും എനിക്ക് ജോഗ്രഫിന് മാർക്ക് കുറഞ്ഞിട്ടില്ല. കാരണം വളരെ കൃത്യമായിട്ട്, കാരണം ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ ഒരു കഥ പോലെയോ മറ്റോ അല്ല, ഇതിനൊരു ചിത്രീകരണവും കൂടെ അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് നോക്കി പഠിക്കാൻ എന്ത് തന്നെ വേണം? അറ്റ്ലസ് തന്നെ വേണം. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ ക്വസ്റ്റ്യൻസ് വായിച്ച് ഡിസ്കസ് ചെയ്ത് പോകാം. അതിന്റെ കൂടെ ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ അറ്റ്ലസും കൂടെ കാണാം. ഓക്കെ, നോക്കാം. ആദ്യത്തെ ചോദ്യം, ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ തരംതിരിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യയുടെ ഭൂപ്രകൃതിക്കനുസരിച്ച് ഇന്ത്യ എങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി. അതായത് അത് നമുക്ക് അറ്റ്ലസിന്റെ സഹായത്തോടെ എങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം. ഇതാണ് ഇന്ത്യയുടെ ഫിസിക്കൽ മാപ്പ്. രണ്ട് മാപ്പാണ് ഉണ്ടാവുക, ഫിസിക്കൽ മാപ്പും പൊളിറ്റിക്കൽ മാപ്പും. പൊളിറ്റിക്കൽ മാപ്പിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയ അതിർത്തികളും സംസ്ഥാനങ്ങൾ വേർതിരിച്ചു കാണുന്ന രീതിയിലുള്ള മാപ്പാണ് പൊളിറ്റിക്കൽ മാപ്പ്. ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യന്റെ ഫിസിയോഗ്രഫിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മാപ്പാണ് ഫിസിക്കൽ മാപ്പ്. അപ്പൊ നമ്മളിത് പഠിക്കേണ്ടത് ഫിസിക്കൽ മാപ്പിന്റെ ഹെൽപ്പോട് കൂടിയാണ് ജോഗ്രഫി പഠിക്കേണ്ടത്. ഹിസ്റ്ററിക്ക് നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? പൊളിറ്റിക്കൽ മാപ്പ് ഉപയോഗിക്കാം. നോക്കാം. അപ്പോ ഈ കാണുന്ന ബ്രൗൺ ഷെയ്ഡ് കാണുന്ന ഭാഗമാണ് ഉത്തരപർവ്വത മേഖല. ഇതാണ് ഇന്ത്യ. ഇന്ത്യന്റെ നോർത്ത് ഭാഗം, വടക്ക് ഭാഗം ഇത്, സൗത്ത് കിഴക്ക് ഭാഗം ഇത്, ഈസ്റ്റ് കിഴക്ക് ഭാഗം, വെസ്റ്റ് പടിഞ്ഞാറ്. ഒന്നുകൂടെ പറയാം, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മുടെ അറബിക്കടൽ ഉള്ളത്, അത് ഓർത്ത് വെക്കുക. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്താണ് നമുക്ക് ബേ ഓഫ് ബംഗാൾ അഥവാ ബംഗാൾ ഉൾക്കടൽ ഉള്ളത്. ഓക്കെ, ഇനി പോകാം, ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയിലേക്ക് പോകാം. ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ട് നമുക്ക് കാണപ്പെടുന്നത് പർവ്വതങ്ങളാണ്. ഹിമാലയ എന്നറിയപ്പെടുന്ന വടക്ക് പർവ്വതങ്ങളാണ് നമുക്കിവിടെ മേൽഭാഗത്ത് കാണപ്പെടുക. അപ്പൊ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിസിയോഗ്രഫി ഫീച്ചർ എന്ന് പറയുന്നത് ഉത്തര പർവ്വത മേഖലയാണ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻസ്. കണ്ടോ, ഇത്രയും ഭാഗം നമുക്ക് എന്താണ്? നോർത്തേൺ മൗണ്ടൻ റീജിയൻസ് അഥവാ ഉത്തര പർവ്വത മേഖലയാണ്. ഇവിടെ നിന്ന് ഒരുപാട് നദികൾ ഒഴുകി വരുന്നതായിട്ട് നിങ്ങൾക്ക് ഈ നീല കളറിൽ ചെറുതായിട്ട് വരുന്ന ഇതിൽ കാണാൻ സാധിക്കും. അപ്പോ ഇതിൽ പ്രധാനപ്പെട്ട എന്താ പറയാ, ഇൻഡസ് നദിയൊക്കെ ഇതിലൂടെയാണ് ഒഴുകുന്നത്. സിന്ധു നദിയുടെയും ഗംഗാ നദിയുടെയും സമതലമാണ് പ്രധാനമായിട്ട് ഈ മൗണ്ടൻ റേഞ്ചസിന്റെ തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഫിസിയോഗ്രഫി. അതാണ് ഉത്തരേന്ത്യൻ സമതലം. ഉത്തരേന്ത്യൻ സമതലം ഒരുപാട് നദികൾ ഇതിലൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സമതല പ്രദേശമായത്. നദികളിലൂടെ ഒഴുകി വരുന്നത് കൊണ്ട് തന്നെ നദികളുടെ വശങ്ങളിലായിട്ട് എന്താ പറയാ, പുതിയ പുതിയ കാര്യങ്ങൾ വന്ന് അടിയുകയും പിന്നെ അത് ഒഴുകി ഒഴുകി സമതലമായ പ്രദേശമാവുകയും അവിടെ കൂടുതൽ ഫലഭൂഷ്ടിയുള്ള മണ്ണുകൾ വന്ന് അടിയുകയും അവിടെ കൃഷിക്ക് ഒരുപാട് അനുയോജ്യവുമായ സ്ഥലങ്ങളാണ്. ഇറിഗേഷനൊക്കെ ഭയങ്കര എളുപ്പമാണ്. കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് നദികൾ, സിന്ധു ഗംഗാ നദിയും അതിന്റെ കൈവഴി നദികളും എല്ലാം കൂടിയായിട്ട് അത്യാവശ്യം നല്ലൊരു ഇറിഗേഷൻ ഫെസിലിറ്റിയും എന്താ പറയാ, നല്ല വളക്കൂറുള്ള മണ്ണും ഉള്ളൊരു സ്ഥലമാണ് ഏത്? ഉത്തരേന്ത്യൻ സമതലം. അപ്പോ ഏറ്റവും നോർത്തേൺ ഭാഗമായിട്ട് ഉത്തര പർവ്വത മേഖല, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്, അതിന്റെ തൊട്ട് താഴെയായിട്ട് ഉത്തരേന്ത്യൻ സമതലം, അതിന്റെ താഴെ നമുക്ക് കാണുന്ന ഈ ഭാഗമാണ് പീഠഭൂമി. ഈ ഒരു ലൈറ്റ് കളറിൽ നിങ്ങൾക്ക് കാണുന്നില്ലേ, ഇതാണ് എന്ത്? പീഠഭൂമി. ഇടയ്ക്ക് ചെറിയ ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിലും ഏറെക്കുറെ ഒരു ത്രികോണ ആകൃതിയിൽ കാണപ്പെടുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഉത്തരേന്ത്യൻ പീഠഭൂമിയെ. പീഠഭൂമിന്റെ പ്രത്യേകത ഇച്ചിരി ഉയർന്ന പ്രദേശമാണെന്ന് ഓർക്കുക. അടുത്തത് ഇന്ത്യൻ മരുഭൂമി. നമുക്ക് മരുഭൂമി എവിടെയാണ് കാണപ്പെടുന്നത്? ഇന്ത്യന്റെ ഈ ഭാഗത്തേക്കാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് കാണുന്നുണ്ടോ നിങ്ങള്? രാജസ്ഥാനിനടുത്ത് കിടക്കുന്ന മരുഭൂമി. ഓക്കെ ആണോ? അടുത്തതാണ് തീരസമതലങ്ങൾ. നോക്കിക്കേ, ഗുജറാത്തിന്റെ ഈ ഗൾഫ് ഓഫ് കച്ച് തൊട്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് ഇത്രയും ഭാഗം തീരസമതലങ്ങളാണ്. കണ്ടോ, ഇത് ശ്രീലങ്കയാണ്. ഇതിന്റെ തീരസമതലം പെടില്ല. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇത്രയും ഭാഗം നമുക്ക് എന്താണ്? തീരസമതലങ്ങളാണ്.
അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ എക്കോണമിയിൽ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ എക്കോണമിയിൽ വലിയൊരു പ്രാധാന്യം ഉള്ളത് തന്നെയാണ് കോസ്റ്റൽ റീജിയൻസ് എന്ന് പറയുന്ന മത്സ്യസമ്പത്തും മറ്റുമൊക്കെ. അടുത്തത് ദ്വീപുകൾ കണ്ടോ, ഇവിടെ കണ്ടോ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും ലക്ഷദ്വീപും. ഓക്കെ അല്ലേ? ഇങ്ങനെ ചിത്രത്തിലൂടെ കാണുമ്പോൾ കുറച്ചും കൂടെ നന്നായി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോ ഭൂപ്രകൃതിയുടെ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ തരംതിരിച്ചിരിക്കുന്നത് ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, പിന്നെന്താ ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, പിന്നെ തീരപ്രദേശങ്ങൾ, ഇന്ത്യൻ തീരപ്രദേശവും ഐലൻഡുകളും ദ്വീപുകളും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തത് വടക്കുഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിന്റെ അതിരായി നിലകൊള്ളുന്ന ഭൂവിഭാഗം ഏത്? ഇപ്പൊ നിങ്ങൾ ചിത്രമൊക്കെ കണ്ട ആൾക്കാരാണ്, നിങ്ങൾ തന്നെ പറ. ഇന്ത്യയുടെ വടക്കുഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിന്റെ അതിരായി നിലകൊള്ളുന്ന ഭൂവിഭാഗം ഏതായിരുന്നു? ഉത്തരേന്ത്യൻ പർവ്വത മേഖല. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ്, ഉത്തരപർവ്വത മേഖലയ്ക്ക് തൊട്ട് തെക്ക് എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഫലഭൂയിഷ്ഠവും വിശാലവുമായ ഉത്തര സമതല പ്രദേശം ഏതാ പറഞ്ഞേ? ഇതാണ് മൗണ്ടൻ റേഞ്ചസ്. ഇതിന്റെ തൊട്ട് തെക്കായി തൊട്ട് താഴെ ഫലഭൂഷ്ടിയുള്ളതും ഇറിഗേഷൻ ഫെസിലിറ്റി ധാരാളം ഉള്ളതുമായ മേഖല ഏതാണ്? ഉത്തരേന്ത്യൻ സമതലം. ഓക്കെ. അടുത്തത് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ്. ഏതാണ്? പാമീർ പർവ്വതക്കെട്ട്. അത് ഇതിലെനിക്ക് അതായത് ഇതിന്റെ മുകൾ ഭാഗത്തേക്കായിട്ടാണ് പാമീർ പർവ്വതക്കെട്ട് വരിക. എനിക്ക് ഇതിൽ കാണുന്നില്ല കറക്റ്റ് ആയിട്ട്. അത് പിന്നെ ഒരു ക്ലാസ്സിൽ കാണിക്കാൻ പറ്റണം, എന്തായാലും കാണിച്ചു തരാം. അതായത് അവിടെ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറെ മൗണ്ടൻ റേഞ്ചസ് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് അതിനെ പാമീർ പർവ്വതക്കെട്ടിനെ എന്തെന്ന് പറയപ്പെടുന്നത്? ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ലോകത്തിന്റെ മേൽക്കൂര പാമീർ പർവ്വതക്കെട്ടാണെന്ന് പഠിച്ചു വെക്കുക. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉദ്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന ഒട്ടേറെ പർവ്വതനിരകൾ ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കൻ അതിരാണ് നമ്മുടെ ഉത്തര പർവ്വത മേഖല. ഏതൊക്കെയാ? പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉദ്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ, ഇവിടം നിന്ന് ഉദ്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന, അതോടൊപ്പം ഒട്ടേറെ പർവ്വതനിരകൾ ചേർന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്ക്, ഇത് വടക്ക്, ഈ ഭാഗം വടക്ക് കിഴക്ക്. ഓക്കെ, വടക്ക് കിഴക്ക് നീണ്ടു കിടക്കുന്ന എന്താ പറയാ ഇന്ത്യൻ ഫിസിയോഗ്രഫിക്കൽ ഫീച്ചർ ഏതാണ്? ഉത്തര പർവ്വത മേഖലയാണ്. അടുത്തത് പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉദ്ഭവിക്കുന്ന പർവ്വതനിരകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കുൻലൂൺ ഉണ്ട്, കുൻലൂൺ, ടിയാൻഷാൻ, ഹിന്ദുക്കുഷ്. ഏതൊക്കെയാണ്? കുൻലൂൺ, ടിയാൻഷാൻ, ഹിന്ദുക്കുഷ്. അതില് ഹിന്ദുക്കുഷ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. കണ്ടോ? ഹിന്ദുക്കുഷ് കാണുന്നുണ്ടോ നിങ്ങള്? ഹിന്ദുക്കുഷ്. ഓക്കെ. പിന്നെ കുൻലൂൺ മൗണ്ടൻ ഉണ്ടാ, കുൻലൂൺ മൗണ്ടൻ. ഓക്കെ. അപ്പൊ എന്താ? പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉദ്ഭവിക്കുന്ന പർവ്വതനിരകൾക്ക് ഉദാഹരണങ്ങളാണ് കുൻലൂൺ, ടിയാൻഷാൻ, ഹിന്ദുക്കുഷ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ചോദ്യം, ഉത്തര പർവ്വത നിരകളുടെ സവിശേഷത എന്ത്? ഉത്തര പർവ്വത നിരകളുടെ സവിശേഷത താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണവ. ശ്രദ്ധിച്ചു കേൾക്കണം. എന്തുകൊണ്ടാണ് അത് പ്രായം കുറവ് എന്ന് വെച്ചാല് ഫിസിയോഗ്രഫിക്കൽ ഫീച്ചർ അനുസരിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായതും ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതുമായ പർവ്വതനിരയാണ് നമ്മുടെ ഹിമാലയൻ പർവ്വതങ്ങൾ അടങ്ങപ്പെടുന്ന നമ്മുടെ ഇന്ത്യൻ ഉത്തര പർവ്വത മേഖല, അതായത് ഗ്രേറ്റ് ഹിമാലയാസ്. ഓക്കെ, ഹിമാലയ പർവ്വതം എങ്ങനെ രൂപപ്പെട്ടതാണ്? അധികം പ്രായം ഇല്ലാത്തതാണ്, ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അത് എങ്ങനെയാണെന്ന് വെച്ചാല് രണ്ട് ഫലകങ്ങൾ ഇങ്ങനെ വന്ന് ചേർന്ന് ഇവിടെ ഇങ്ങനെ ഇതായി നടുഭാഗം ബൾജ് ചെയ്ത് മടക്ക് പർവ്വതങ്ങളായി വന്നതാണ് എന്ത്? നമ്മുടെ ഹിമാലയൻ മൗണ്ടൻസ്. ഓക്കെ ആണല്ലോ? മറ്റൊരു ക്ലാസ്സിൽ ബോർഡിൽ കുറച്ചും കൂടെ വൃത്തിക്ക് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതിപ്പോ നമ്മുടെ തൊഴിൽ വാർത്ത നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്കും ഫോണ് തിരിച്ച് അങ്ങോട്ടേക്കും ഫോണ് തിരിച്ച് കാണിച്ച് കണ്ടിന്യൂഷൻ നഷ്ടപ്പെടുത്തുന്നില്ല. മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ പ്ലസ് 1 പ്ലസ് 2 ജോഗ്രഫി എടുക്കാൻ നേരത്തെ അതിലൂടെ കാണിച്ചു തരാം. 9th ജോഗ്രഫിയിലും ഉണ്ട്, അതിലും ഞാൻ കുറച്ചുകൂടെ നന്നായി പറഞ്ഞു തരാൻ ശ്രമിക്കാം. അടുത്തത് ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഉത്തര പർവ്വത മേഖല. അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങൾ.
അതായത് അതിന്റെ നടുക്ക് സീ ആയിരുന്നു, കടലായിരുന്നു. അപ്പൊ ഇവിടുന്ന് രണ്ട് ഫലകങ്ങൾ അഥവാ പ്ലേറ്റ്സ് ഇങ്ങനെ മൂവ് ചെയ്ത് പയ്യെ പയ്യാണല്ലോ വരും. അപ്പൊ താഴെ കിടക്കുന്നതെല്ലാം കോറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്, അതായത് കടലിന്റെ അടിത്തട്ടിൽ കാണപ്പെടുന്ന സാധനങ്ങളാണ്. ഇവ രണ്ട് കൊളൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ സാധനം മടങ്ങി മടങ്ങി മേലേക്ക് രൂപപ്പെടുന്നു. ഇത് ഇപ്പോഴും മടങ്ങിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഇപ്പോഴും അതിന് ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചിരിക്കുന്ന പർവ്വത മേഖല. അതെ അതെ അതെ, അതായത് ഇതാണല്ലോ പടിഞ്ഞാറ് ഭാഗം. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ, കണ്ടോ സിന്ധു നദി വരുന്നത് കണ്ടോ, പാകിസ്ഥാൻ റീജിയനിൽ വരുന്നത് കണ്ടോ, സിന്ധു നദി കണ്ടോ നിങ്ങള്. ഈ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ ഇവിടെ കിഴക്ക് ബ്രഹ്മപുത്രയാണ് ഈ ഒഴുകുന്ന നദി. ഈ ബ്രഹ്മപുത്ര നദി വരെ നീണ്ടു കിടക്കുന്ന, ഇല്ലെങ്കിൽ വളരെ നീളത്തിൽ കിടക്കുന്ന ഒരു ഫീച്ചറാണ്, ഫിസിയോഗ്രഫിക്കൽ ഫീച്ചറാണ് ഉത്തരപർവ്വത മേഖല. എത്രയാണ് അതിന്റെ നീളം? ഏകദേശം 2400 കിലോമീറ്റർ നീളം. ഏകദേശം 2400 കിലോമീറ്റർ. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ഏറെക്കുറെ 2400 കിലോമീറ്റർ ആണ് കാണപ്പെടുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നീളം നമുക്ക് പറയാം ഏകദേശം 2400. വീതി എന്ന് പറയുന്നത് സ്ഥിരമല്ല, ഇല്ലെങ്കിൽ പൊതുവല്ല. ഓരോ സ്ഥലത്തും വീതി കൂടുതലും കുറവുമാണ്. അതിൻ്റെ ഒരു ശ്രദ്ധേയമായ കാര്യം 150 മുതൽ 400 വരെ. എങ്ങനെയാണ്? 150 മുതൽ 400 വരെയാണ് വീതി ആവറേജ് പറയുന്നത്. ഓക്കെ. അപ്പൊ നീളം 2400, 150 മുതൽ 400 വരെ കിലോമീറ്റർ ആണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. അടുത്തത്, ഭൂവൽക്കത്തിന്റെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി രൂപപ്പെടുന്ന പർവ്വതങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ. അപ്പോ അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഹിമാലയൻ മൗണ്ടൻ റീജിയൻ, അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല. ഏത് പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്? വലനം അഥവാ ഫോൾഡിങ്. മൗണ്ടൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ നേരത്തെ ബ്ലോക്ക് മൗണ്ടൻസ്, ഫോൾഡ് മൗണ്ടൻസ് അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ എന്താ പറയാ ഉത്തരപർവ്വത മേഖല മടക്കു പർവ്വതമാണെന്ന് ഓർത്തു വെക്കുക. വലനത്തിലൂടെ രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഹിമാലയൻ ആൽപ്സും. ആൽപ്സ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലുള്ളതല്ല. നിരപ്പിൽ നിന്ന് ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ പൊതുവെ ഏത് പേരിൽ അറിയപ്പെടുന്നു? സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള സ്ഥലങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് പർവ്വതങ്ങൾ. എന്താണ്? പർവ്വതങ്ങൾ. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണ് ഉത്തരപർവ്വത മേഖല. നിങ്ങൾ കാശ്മീരൊക്കെ ഒന്ന് ഓർത്തു നോക്കിക്കേ, ഓരോ സിനിമകളിലും പാട്ടുകളിലും ഒക്കെ കാണുന്ന ഉയരമേറിയ കൊടുമുടികൾ അവിടെ കാണാം, അല്ലെ? ഹിമാനികൾ, മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകൾ കാണാം. താഴ്വരകൾ, മലകൾ ഉണ്ടെങ്കിൽ താഴെ താഴ്വരകൾ ഉണ്ടാവില്ലേ? മഞ്ഞ് നിറഞ്ഞ നല്ല ഭംഗിയുള്ള താഴ്വരകൾ നിങ്ങൾക്ക് കാണാം, അല്ലെ? ചെറിയ ചെറിയ തടാകങ്ങളൊക്കെ കാണാം. അതാണ് ഉത്തരപർവ്വത മേഖല. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മള് ആദ്യം പറഞ്ഞു ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ സവിശേഷത അനുസരിച്ച് ഇന്ത്യൻ ഭൂപ്രകൃതിയെ നമ്മൾ ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീര സമതലം, ദ്വീപുകൾ എന്ന് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് പർവ്വത മേഖലയുടെ ഭൂപ്രകൃതി സവിശേഷതയ്ക്ക് അടിസ്ഥാനമാക്കി ഈ പർവ്വത മേഖലയെ തന്നെ നമ്മൾ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. അതാണ് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. അടുത്തത്, ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വത നിരകൾ ചേരുന്നതാണ് ഹിമാലയം നിര. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി, അതായത് ട്രാൻസ് ഹിമാലയത്തിന്റെ തൊട്ട് താഴെയായി തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വത നിരകളാണ്. സമാന്തരമായി കിടക്കുന്ന 3 പർവ്വത നിരകളാണ് ഏതൊക്കെ? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഇവ ചേർന്നതാണ് നമ്മുടെ ഹിമാലയം നിര. ഓക്കെ ആണല്ലോ? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരാം. സമാന്തരം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ വരുന്നതാണ് സമാന്തരം. ഓക്കെ, നോക്കട്ടെ. ഇതാണ് കണ്ടോ ശിവാലിക്. ഏറ്റവും താഴെ കാണുന്നതാണ് ശിവാലിക്. ഹിമാദ്രിയിലെ അപ്പൊ ഇതില് നമുക്ക് ഈ ചിത്രത്തില് നമുക്ക് ശിവാലിക് മാത്രമേ കാണുന്നുള്ളൂ. ശിവാലിക്, ഗ്രേറ്റ് ഹിമാലയ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഹിമാദ്രിയാണ്. അത് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ വരച്ച് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. എന്തായാലും ഇവിടെ 3 സമാന്തര രീതിയിൽ കാണപ്പെടുന്ന 3 തട്ടായിട്ട് കാണപ്പെടുന്നതാണ്
ഈ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്നറിയപ്പെടുന്നത്. ശിവാലിക് ആണ് ഇവിടെ കാണുന്നത്. ഇതിന്റെ തൊട്ട് മേലെയാണ് എന്ത് വരിക? ഹിമാചൽ, അടുത്തത് ഹിമാദ്രി, അങ്ങനെയാണ് കേട്ടോ വരിക. ഓക്കെ, ഇനി നോക്കണേ. ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ 3 ഹിമാലയസിനെ കുറിച്ചുള്ളതാണ്. അതിൽ ആദ്യം തന്നെ ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്നത്, അതായത് ഇങ്ങനെ 3 സമാന്തര ഭാഗങ്ങളായിട്ടുള്ളതില് ഇതാണ് എന്താ ശിവാലിക്. ഏതാണ്? ശിവാലിക്. ഇതാണ് ശിവാലിക് നിര. ഓക്കെ, അപ്പോ ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായി ഈ 3 എണ്ണത്തിൽ ഏറ്റവും തെക്ക് ഏതാണ്? ഏറ്റവും താഴ്ഭാഗം വരുന്നത് ഏതാണ്? ഈ ശിവാലിക് ആണ്. ഓക്കെ, ശിവാലിക് ഹിമാലയത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? ഹിമാലയത്തിന്റെ ഏറ്റവും പുറത്താണ്. മേലേക്ക് പോകുന്നതോറും കൂടുതലാണ് വരും. ഇന്ത്യന്റെ പുറത്തേക്കൊക്കെ നമുക്കിത് കാണാം. ഇതിന്റെ തൊട്ട് താഴെ ഇനി ഇല്ല. ഇങ്ങോട്ടേക്ക് എന്തായി? ഉത്തര മഹാസമതലമായി. അതുകൊണ്ട് തന്നെ ശിവാലിക്കിനെ നമ്മൾ ഔട്ടർ ഹിമാലയ എന്നാണ് പറയാ. എന്താ പറയാ? ഔട്ടർ ഹിമാലയ. ഗംഗാ സമതലത്തിൽ നിന്ന് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന നിര ശിവാലിക് നിര. ഗംഗാ സമതലത്തിൽ നിന്ന് അതിരായി നിലകൊള്ളുന്ന ഹിമാലയൻ നിരയാണ് ശിവാലിക് നിര. അതായത് അതിന്റെ താഴ്ഭാഗത്താണ് എന്ത് വരുന്നത്? ഗംഗാ സമതലം വരുന്നത്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഔട്ടർ ഹിമാലയം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശിവാലിക് നിരയുടെ ഏകദേശ വീതി എന്ന് പറയുന്നത് 60 മുതൽ 150 വരെയാണ്. എത്ര മുതൽ എത്ര വരെയാണ്? ശിവാലിക് നിര ഏകദേശം 60 മുതൽ 150 വരെ കിലോമീറ്ററുകളാണ്. ശിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 വരെ മീറ്റർ ശരാശരി ഉയരമുള്ള പർവ്വതങ്ങളാണ് ഹിമാചൽ. ഓക്കെ ആണല്ലോ. അതായത് ഇതിന്റെ ശിവാലിക്കിന്റെ തൊട്ടു മേലെ ഉള്ളതാണ് ഹിമാചൽ. ഹിമാചലിന്റെ ഉയരം എത്രയാ പറയുന്നത്? സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 3500 മുതൽ 4500 വരെ. നിങ്ങൾ ഓർത്ത് നോക്കിക്കോ, 900 മീറ്ററിന് മേലേക്കുള്ളതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നു, അല്ലെ? 3500 മുതൽ 4500 വരെ ഉയരമുള്ളതാണ് ഹിമാചൽ എന്ന് പറയുന്ന പർവ്വതനിര. ഇതിന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു ലെസർ ഹിമാലയ. ഏതാണ്? ലെസർ ഹിമാലയം. ഇനി ഹിമാചൽ നിരയുടെ ശരാശരി വീതി. ഹിമാചൽ നിരയുടെ ശരാശരി വീതി എത്രയാ? 60 മുതൽ 80 വരെ. നമ്മൾ ആദ്യം പറഞ്ഞ ശിവാലിക്. ശിവാലിക്കിന്റെ വീതി എത്രയാ? 60 മുതൽ 150 വരെ. ഹിമാചലിന് 60 മുതൽ 80 വരെ കിലോമീറ്ററുകളാണ്. ഇനി അടുത്തത് ഗ്രേറ്റർ ഹിമാലയം, അതായത് ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നിരയാണ് ഹിമാദ്രി. ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ഈ 3 നിരകളിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്നതാണ് ആര്? ഹിമാദ്രി. ഓക്കെ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഓക്കെ, പിന്നെന്താ? സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ളതാണ് ഹിമാദ്രി. അപ്പൊ ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ 3 തട്ടില് മേലേക്ക് പോകുന്തോറും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കൂടി കൂടി വരികയാണ്. ഈ ഭാഗത്തുള്ളതിനാണ് ഏറ്റവും ഹൈറ്റ് കൂടുതൽ, ഹിമാദ്രിയിലുള്ളതിനാണ് ഏറ്റവും ഹൈറ്റ് കൂടുതൽ എന്ന് മനസ്സിലാക്കുക. മഞ്ഞു മൂടപ്പെട്ട ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്ന ഹിമാലയൻ നിരയാണ് ഹിമാദ്രി. ഒന്നും കൂടെ പറയാം, മഞ്ഞു മൂടപ്പെട്ട ഒരുപാട് ഹൈറ്റിലുള്ളതാണ്, അറിയാലോ അല്ലെ? ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും എവിടെയാണ് കാണപ്പെടുന്നത്? ഹിമാദ്രിയിലാണ് കാണപ്പെടുന്നത്. അടുത്തത് ഇത് ലാസ്റ്റ് നോക്കാം. ഹിമാദ്രി നിരയുടെ വീതി എത്ര? ഏകദേശം 25 കിലോമീറ്റർ മാത്രമാണ് ഹിമാദ്രി നിരയുടെ വീതി. ഏകദേശം 150 മുതൽ 160 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം എവിടെയായിരുന്നു? ഇപ്പൊ നമ്മൾ എവിടെയുള്ളത്? ഇപ്പൊ നമ്മള് ഈ വേൾഡ് ഇതാണെങ്കിൽ നടുക്ക് കൂടെ പോകുന്നത് ഇക്വേറ്റർ ആണെങ്കിൽ ഇക്വേറ്ററിന്റെ താഴ്ഭാഗം എന്താണ്? സദേൺ റേഞ്ച്. ഇത് ഏതാണ്? നോർത്തേൺ സ്ഫിയർ അല്ലെ? 2 മേഖലകളല്ലേ? ഇത് ദക്ഷിണാർദ്ധഗോളം, ഇത് ഉത്തരാർദ്ധഗോളം അല്ലെ? നമ്മൾ ഇപ്പൊ ഉള്ളത് എവിടെയാ? ഇന്ത്യയുടെ സ്ഥാനം ഏതാണ്ട് ഇവിടെയാണ്, ഉത്തരാർദ്ധഗോളത്തിലാണ് നമ്മൾ ഉള്ളത്. പക്ഷെ ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇരുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലാണ്. എവിടെയാണ്? ദക്ഷിണാർദ്ധഗോളത്തിലാണ്. അറ്റ്ലസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വല്ല പിക്ക് ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. നമ്മള് +2 പഠിക്കാൻ നേരത്ത് +2ന്റെ ജോഗ്രഫിയിൽ അതുണ്ട്. ആ സമയത്ത് നമുക്ക് നന്നായിട്ട് പറയാം. അതായത് ജസ്റ്റ് അത് കിട്ടിയിട്ടില്ല, എന്നാലും ജസ്റ്റ് പറയാണ്. ഇതാണ് ഇക്വേറ്റർ. ഓക്കെ, ഇതിന്റെ മേലേക്കുള്ള ഭാഗം നോർത്തേൺ സ്ഫിയറും ഇത് സദേൺ സ്ഫിയർ ആണ്. അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് എവിടെയാ? ഉത്തരാർദ്ധ മേഖലയിലാണുള്ളത്. അതിനു മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? ഇവിടെയായിരുന്നു, ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. ഇവിടെ നിന്ന് ഈ ഇന്ത്യൻ ഫലകം പോയി അവിടെ നിന്ന് കൊളൈഡ് ചെയ്തിട്ടാണ് ഇപ്പൊ നമുക്ക് എന്തുണ്ടായത്? ഹിമാലയം എന്ന് പറയുന്ന മടക്ക് പർവ്വതങ്ങൾ ഈ ബൗണ്ടറിയിൽ രൂപപ്പെട്ടത്. ഓക്കെ അല്ലേ? അടുത്തത് ഉപദ്വീപീയ ഇന്ത്യയും
ഏതൊക്കെ ഫലകങ്ങൾ തമ്മിലാണ് കൂട്ടിമുട്ടിയെന്നുള്ളത്. ഇന്ത്യൻ ഫലകത്തിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഫലകത്തിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഫലകത്തില് ഉപദ്വീപീയ ഇന്ത്യ ഉണ്ട്, ഓസ്ട്രേലിയൻ വൻകരയും ഉണ്ട്. ഏതൊക്കെയുള്ളത്? ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ചേർന്നതാണ് ഇന്ത്യൻ ഫലകം. ഇന്ത്യൻ ഫലകം പിന്നീട് വടക്കോട്ട് നീങ്ങി ഏത് ഫലകത്തിനടുത്താണ് എത്തിയത്? യൂറേഷ്യൻ ഫലകം. ഇന്ത്യൻ ഫലകവും യൂറോഷ്യൻ ഫലകവും തമ്മിൽ കൊളൈഡ് ചെയ്തിട്ടാണ്, കൊളീഷൻ സംഭവിച്ചിട്ടാണ് അവിടെ ഹിമാലയം എന്ന് പറയുന്ന മടക്ക് പർവ്വതം രൂപപ്പെട്ടത്. ഇന്ത്യൻ ഫലകത്തിനും യൂറേഷ്യൻ ഫലകത്തിനും ഇടയിൽ നിലകൊണ്ടിരുന്ന സമുദ്രമാണ് ടെത്തിസ് സമുദ്രം. ഏതാണ്? ടെത്തിസ് സമുദ്രം. ഫലക ചലനത്തിന്റെ ഫലമായി ടെത്തിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് ഉയർന്നു വന്ന് രൂപം കൊണ്ട പർവ്വതമാണ് ഹിമാലയൻ പർവ്വതം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് എങ്ങനെയാ കൊള്ളായിട്ട് സംഭവിച്ചതെന്നൊക്കെ. ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിട്ടുള്ളത് ഏതുതരം ഫലകത്തിലാണ്? സംയോജക സീമ. എന്താണ്? സംയോജക സീമ. അതായത് രണ്ടും വന്ന് കൂട്ടിമുട്ടുകയല്ലേ ചെയ്തത്. സംയോജക സീമ. ഇനി ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ അഥവാ ഗോർജസ്. ഏതൊക്കെയാ? എന്താണ്? ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. അപരദനത്തിലൂടെ ഹിമാലയ പർവ്വതനിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദികളാണ് സിന്ധുവും ഗംഗയും സത്ലജും. അപരദനത്തിലൂടെ ഹിമാലയ പർവ്വതനിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ അഥവാ ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകൾ സൃഷ്ടിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, സത്ലജ്. ഇനി നമുക്ക് ട്രാൻസ് ഹിമാലയം വായിച്ചു നോക്കാം. ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്നതാണ് ട്രാൻസ് ഹിമാലയം. ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്നതാണ് ട്രാൻസ് ഹിമാലയം. ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാന നിരകളാണ് കാറക്കോറം, ലഡാക്ക്, സസ്കർ. ഏതൊക്കെയാണ്? കാറക്കോറം, ലഡാക്ക്, സസ്കർ. അതിൽ ഇത് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഞാൻ. കാറക്കോറം കണ്ടോ? കാറക്കോറം, ലഡാക്ക്, സസ്കർ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാരക്കോറം, ലഡാക്ക് റേഞ്ച്, സസ്കർ റേഞ്ച് കണ്ടോ? ഈ മൂന്നെണ്ണവും എവിടെ കാണപ്പെടുന്നു? ട്രാൻസ് ഹിമാലയത്തിൽ കാണപ്പെടുന്നു. ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരമാണ് 3000 മീറ്റർ. ഏകദേശം 40 കിലോമീറ്റർ വീതിയുള്ള ട്രാൻസ് ഹിമാലയത്തിന്റെ നീളം 965 കിലോമീറ്റർ ആണ്. ഹിമാലയ പർവ്വതത്തെ പാമിർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്ന നിരയാണ് കാറക്കോറം. അതായത് നമ്മൾ പറഞ്ഞു ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമിർ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിക്ചർ ഉണ്ട് ആക്ച്വലി നമ്മുടെ ഏതില്? അറ്റ്ലസില്. ഇപ്പൊ എനിക്കത് ഏത് പേജാന്ന് കിട്ടുന്നില്ല. പക്ഷെ അത് കാണിച്ചു തന്നിരുന്നെങ്കിൽ നിങ്ങൾക്കത് കുറച്ചും കൂടെ ഉപയോഗപ്രദമായേനെ, കുറച്ചും കൂടെ ഉൾക്കൊള്ളാൻ അത് സഹായിക്കുമായിരുന്നു. ഒന്ന് നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ. കിട്ടി ഗൈസ്, കിട്ടി. ഇതാണ് പാമിറിനോട്ട് അഥവാ പാമിർ. കണ്ടോ? പാമിർ കെട്ട് ഇവിടെ കണ്ടോ? ഹിന്ദുക്കുച്ച് ഇതിലേ പോണു, കുൺലൂൻ ഇതിലേ പോണു. ഇതാണ് നമ്മുടെ ഹിമാലയൻ റേഞ്ചസ് പോകുന്നത്. ഹിമാലയൻ റേഞ്ചസിലെ കാരക്കോറം എന്ന് പറയുന്ന റേഞ്ചാണ് പാമിറിനെ ഹിമാലയവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. കാരക്കോറം റേഞ്ച് മനസ്സിലായോ? ഈ കാരക്കോറം, ലഡാക്കും, സസ്കറും ഏതിൽ പെടുന്നതാണ്? നമ്മളിപ്പോ പഠിച്ചിരുന്ന ഏതിലായിരുന്നു ഇത് പെടുന്നത്? ട്രാൻസ് ഹിമാലയത്തിൽ പെടുന്നതാണ് ഇത്. ക്ലിയർ ആയോ? ഇപ്പൊ മനസ്സിലായോ കുറച്ചുകൂടി? ഇത് ശീലമാക്കണേ. ചിലപ്പോൾ ആദ്യമായിട്ട് അറ്റ്ലസ് കാണുന്നവർക്ക് എന്തോപോലെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നല്ല സ്ഥിരമാക്കിയിട്ട് അത് കണ്ട് മനസ്സിലാക്കി പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലാവും. ഇപ്പോഴത്തെ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ആഴത്തിൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോണ്ടേ. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയാണ് ഏത്? മൗണ്ട് കെ2, ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്നത്. മൗണ്ട് കെ2 കൊടുമുടിയുടെ ഉയരം 8611 മീറ്റർ. മൗണ്ട് കെ2 കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതം കാരക്കോറം. എവിടെയായിരുന്നു നമ്മുടെ കാരക്കോറം? നമ്മളിപ്പോ കണ്ടിരുന്നു നമ്മുടെ കാരക്കോറം എവിടെ? കാരക്കോറം. എന്തായിരുന്നു കാരക്കോറത്തിന്റെ പ്രത്യേകത? ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമിർ കെട്ടിനെ ഹിമാലയവുമായിട്ട് ബന്ധിപ്പിക്കുന്ന പർവ്വത മേഖലയാണ് കാരക്കോറം. പർവ്വത നിരയാണ് കാരക്കോറം. ഓക്കെ ആണോ? അപ്പോ പാഠപുസ്തകത്തിലൂടെ എന്ന് പറയുന്ന തൊഴിൽ വാർത്തയുടെ 2ാമത്തെ പേജ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണണം. ഒരു പോർഷൻ വിട്ടുവിടാം. ഇതും കൊണ്ടൊന്ന് പറഞ്ഞു പോട്ടെ. ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ചെറുതും വലുതുമായ കഷ്ണങ്ങളായി നിലകൊള്ളുന്ന അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ശിലാമണ്ഡല ഭാഗങ്ങളെ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നു. ശരിക്കും ടെക്ടോണിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ പഠിപ്പിച്ചാൽ പോരാ. അത് ഞാനൊരു ക്ലാസ് ക്ലിയർ ആയിട്ട് എടുത്തു തരാം.
ഇത് തൊഴിൽ വാർത്തയിലെ ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പോകുന്നത്. എന്താണ് ശിലാമണ്ഡലം എന്നുള്ളതും ശിലാമണ്ഡല ഫലകങ്ങൾ എന്താണെന്നുള്ളതൊക്കെ വളരെ കൃത്യമായി നിങ്ങൾക്ക് ഞാൻ വരച്ച് പഠിപ്പിച്ചു തരാം കേട്ടോ. ആവശ്യമുള്ളവർ പറയണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ഒരു ക്ലാസ് ഇടാം. ശിലാമണ്ഡല ഫലകങ്ങൾ എന്തൊക്കെ ഉൾക്കൊള്ളുന്നതാണ്? വൻകര ഭാഗമോ കടൽത്തറ ഭാഗമോ? വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നത് എന്തുമാകാം. അതായത് ഫലകങ്ങളാണ്, പ്ലേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലോകത്തിലെ ഉയരമേറിയ പർവ്വതനിരകളിൽ ഒന്നായ ഹിമാലയം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കാൻ കാരണം എന്ത്? ഭൗമശിലാപാളികളുടെ ചലനം. ഇപ്പോഴും ആ പാളികൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ. ആ ഫലകങ്ങളിൽ എന്തുണ്ടാകും? വൻകരയും ഉണ്ടാകും, സമുദ്രഭാഗവും ഉണ്ടാകും. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ, അതായത് മാഗ്മയൊക്കെ കാണപ്പെടുന്ന സ്ഥലം. എന്തിനു മുകളിലൂടെയാണ് ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നത്? അസ്തനോസ്ഫിയറിന് മുകളിലാണ് ഫലകങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളത് കൃത്യമായി പഠിക്കാൻ നേരത്ത് അസ്തനോസ്ഫിയറിലെ മാഗ്മയുടെ ചലനങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിക്കൂ കേട്ടോ. ഫലകചലനം മൂലം പർവ്വത രൂപവൽക്കരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ 3 തരം ഫലക അതിരുകൾ ഏതെല്ലാം? സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. അതായത് ഞാൻ പറയാം, 2 ഫലകങ്ങൾ ഇങ്ങനെ വന്ന് സംയോജിക്കുകയാണെങ്കിൽ അത് സംയോജക സീമ. ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? മാഗ്മയുണ്ട്. അസ്തനോസ്ഫിയറിന്റെ താഴെ എന്തുണ്ട്? മാഗ്മയുണ്ട്. മാഗ്മ ഇങ്ങനെയാണ് മാഗ്മ ചലനം. അപ്പൊ അതിന്റെ മേലാണ് ഫലകങ്ങൾ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഫലകങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ ചേർന്ന് വന്ന് ഇടിച്ച് കൊണ്ടാം. ഇതാണ് എന്ത്? സംയോജക സീമ. ഇനി ഇവിടുന്ന് ഇങ്ങനെ പിരിഞ്ഞും പോകാം. അതായത് എന്തെങ്കിലും ചെറിയ ക്രാക്കോ മറ്റോ ഉണ്ടായ ഫലകമാണെങ്കിൽ എന്താവാം? ഇവിടെ മാഗ്മയ്ക്ക് എന്താ പ്രത്യേകത എന്നറിയോ? ഇത് എപ്പോ വേണമെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയ ഞാൻ പുറത്തു വരാൻ റെഡിയാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണ് ഈ സാധനം. കാരണം എന്തുകൊണ്ടാ? അത്രത്തോളം പ്രഷറിലാണ് ഇതിവിടെ ഇരിക്കുന്നത്. പ്രഷർ കൂടുതലാണ്. എവിടെയെങ്കിലും ഗ്യാപ്പ് കിട്ടിയാൽ ഞങ്ങൾ അപ്പം മേലേക്ക് പോകും. ഓക്കെ. അപ്പോ വിയോജക സീമ എന്ന് വെച്ചാൽ പ്ലേറ്റുകളെ അകന്നു പോകുന്നതാണ്. ഓക്കെ. അപ്പൊ ഇതിങ്ങനെ അകന്നു പോകും. അപ്പോഴേക്ക് ഇതിലെ ക്രാക്കിലൂടെ ആര് പുറത്തേക്ക് വരും? മാഗ്മ പുറത്തേക്ക് വരാൻ സാധ്യതകളുണ്ട്. അടുത്തത് ഛേദക സീമ. ഞങ്ങൾ ഇങ്ങനെ പോകുന്ന 2 ആൾക്കാരായിരിക്കും. ഞങ്ങൾ ഇങ്ങനെ ഒരസി പോകുന്നതാണ് ഛേദക സീമ. ഫലകങ്ങളുടെ 3 എന്താ പറയാ, പർവ്വത രൂപീകരണം പോലെയുള്ള കാര്യങ്ങൾക്ക് സഹായകമാകുന്നില്ലെങ്കിൽ സാഹചര്യങ്ങളാവുന്ന ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായി ഉണ്ടാവുന്നത് ഈ 3 സ്ഥലങ്ങളിലാണ്. ഇത് വളരെ കൃത്യമായി പറയണമെങ്കിൽ ഈ ബൗണ്ടറീസ് ഉള്ള ഒരു മാപ്പ് ഉണ്ട് നമുക്ക്. അറ്റ്ലസിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മാപ്പ് ഉണ്ട്. ഇത് കണ്ടോ? ഇത് പ്ലേറ്റ് ടെക്ടോണിക്സ് പഠിക്കുന്ന അറ്റ്ലസിന്റെ ഒരു പേജാണ്. നിങ്ങൾ ഇതിൽ നോക്കിക്കോ. ഇതാണ് ഡൈവർജന്റ് പ്ലേറ്റ്. കണ്ടോ? ഈ ചിഹ്നം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതാണ് ഡൈവർജന്റ് പ്ലേറ്റ്. എന്താണ് ഡൈവർജന്റ് എന്ന് പറയുന്നത്? നമ്മൾ ഈ പറഞ്ഞ എന്താ പറയാ, അകന്നു പോകുന്നത് വിയോജക സീമ. എന്താണ്? വിയോജിക്കുന്ന സീമയാണ്. അതാണ് ഡൈവർജന്റ് ബൗണ്ടറി. ഈ കാണുന്ന കറുപ്പ് വരയിലെ കുഞ്ഞു ത്രികോണം ഉള്ളതാണ് കൺവെർജന്റ് ബൗണ്ടറി അഥവാ സംയോജക സീമ, ചേർന്ന് വരുന്ന സീമ. ഇതാണ് കൺസർവേറ്റീവ് പ്ലേറ്റ് ബൗണ്ടറീസ്. മറ്റ് പ്ലേറ്റ് ബൗണ്ടറീസ് ആണ് ഇതിൽ വരിക. ഓക്കെ. സോൺ ഓഫ് റിഫ്റ്റ് വാലി, ഫോൾസ്, ലാൻഡ് സ്ലൈഡ്, ബ്ലോക്ക് മൗണ്ടൻസ് എല്ലാം വരുന്നത് ഇവിടെ ഛേദക സീമയ്ക്ക് ഇതിൽപ്പെടും. നോക്കാം. അപ്പൊ ഈ കണ്ടോ? ഇതാണ് നമ്മുടെ വേൾഡ് മാപ്പ്. ഗ്ലോബിനെ നെടുകെ കൂടി വിരിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണിത്. ഓക്കെ. ഇതിൽ ഇങ്ങനെ പോകുന്നതെല്ലാം ഡൈവർജന്റ് ബൗണ്ടറീസ് ആണ്. കണ്ടോ? അകന്നു പോകുന്ന ഫലകങ്ങൾ അകന്നു പോകുന്ന ബൗണ്ടറീസ് ആണ് ഡൈവർജന്റ് ബൗണ്ടറീസ്. നോക്കിക്കേ, ഇതൊക്കെ അകന്നുകൊണ്ടിരിക്കുന്ന ഇവിടെയൊക്കെ എന്ത് വരാം? അകൽച്ച വരുന്നതാണ്. ഇത് നമ്മൾ നോക്കിക്കേ, ഇത് കണ്ടോ? ഹിമാലയൻ മൗണ്ടൻസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇത് കണ്ടോ? ഇത് കൺവെർജന്റ് ബൗണ്ടറി ആണ്, അതായത് സംയോജക സീമയാണ്. ഇങ്ങനെ വന്ന് കൂട്ടിമുട്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ ഫലകവും ഇവിടെയുള്ള യൂറേഷ്യൻ ഫലകവും രണ്ടും കൂടി ഇങ്ങനെ പയ്യെ വന്ന് ഇങ്ങനെ കൊളൈഡ് ചെയ്ത് ഇവിടെയാണ് ആരുണ്ടായത്? ഹിമാലയ പർവ്വതം ഉണ്ടായത്. ഓക്കെ ആണോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്നത് സംയോജക സീമയില്, ഫലകങ്ങൾ തമ്മിൽ അകലുന്നത് വിയോജക സീമയില്. ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്നത് ഏത് സീമയിലാണ്? ഛേദക സീമയിൽ. കണ്ടോ? ഈ ഭാഗങ്ങളൊക്കെ അതിനാണ് ഉദാഹരണം. പക്ഷെ ഇവിടെ ഇങ്ങോട്ടേക്ക് കൺവെർജന്റ് ആണ്. ഓക്കെ. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെടുന്നതാണ് മടക്കു പർവ്വതങ്ങൾ. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു ഭാഗം എന്നെ കൊണ്ടാകുന്ന തരത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും ക്ലാസ് വൃത്തിക്ക് കാണുക. കൂടുതൽ സംശയമുള്ള ഭാഗങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. തീർച്ചയായിട്ടും ഞാൻ സമയം കണ്ടെത്തി നിങ്ങൾക്കായിട്ട് വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഉയരങ്ങളിലെത്താം. വരുന്ന കേട്ടറ്റ് എക്സാമുകൾക്കും ഇത് വളരെ അത്യാവശ്യമാണ്.
കേട്ടറ്റ് കാറ്റഗറി 2 എഴുതുന്നവർക്കും ഇത് വളരെ അത്യാവശ്യമാണ്. പിന്നെ LP UP PSC ഏത് പരീക്ഷയാണെങ്കിലും എന്ത് വേണം, ഇന്ത്യൻ ഫിസിയോഗ്രഫി, ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്ത സിലബസിലെ ഒരു ഐറ്റം തന്നെയാണ്. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സംശയമുള്ള കാര്യങ്ങള് കമന്റ് ബോക്സിൽ ഇടുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് സംശയങ്ങളെല്ലാം നിവാരണം ചെയ്യാം. കുറച്ചും കൂടെ നന്നായിട്ട് ഒരു ലൈവിൽ വരികയാണ് ജോഗ്രഫി കുറച്ചും കൂടെ നന്നായി പഠിപ്പിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മുടെ ചാനൽ തുടക്കത്തിന്റെ സ്റ്റേജ് ആയതുകൊണ്ടും കുറച്ച് കൂടുതൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈവിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. സാഹചര്യങ്ങൾ ഒത്തുവരികയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ലൈവിലേക്കൊക്കെ വന്ന് കുറച്ചുകൂടെ നല്ല രീതിയിൽ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.